ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് മുട്ടമാലയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസുകൾ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 മുട്ടയാണ്. നമുക്കിത് വെള്ള വേറെ മഞ്ഞ വേറെ ചെയ്തെടുക്കാം. വെള്ള തീരെ മഞ്ഞയിൽ ചേർക്കാൻ പാടില്ല. അതിനുവേണ്ടി നമുക്ക് ഉടച്ചിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ മഞ്ഞ വേറെ വെള്ള വേറെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു പാൻ എടുത്ത് അതിലോട്ട് 2 കപ്പ് പഞ്ചസാര പിന്നെ 1.5 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതേപോലെ ഒരു ബോട്ടിൽ എടുത്ത് അതിലോട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടിയുടെ മുകളിൽ നമുക്ക് 2 ഹോൾ ഇട്ട് കൊടുക്കാം. ഇതേപോലെ. എന്നിട്ടിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായി മെൽട്ടായി നമ്മുടെ കയ്യിൽ ഒട്ടും വിധം നമുക്കിതൊന്ന് പതപ്പിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ നന്നായി പതച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ കയ്യിൽ ഒട്ടും വിധം നമുക്കിത് പതപ്പിച്ചെടുക്കാം. അടുത്തത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വേവായതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇത് നമ്മൾ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഒഴിക്കുമ്പോൾ നന്നായിട്ട് മാലയായിട്ട് കിട്ടും. അങ്ങനെ ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിത് എടുത്തളയാം. അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ബോട്ടിലിൽ ഒഴിച്ചു കൊടുത്ത മുട്ടയുടെ മഞ്ഞ ഇതേപോലെ റൗണ്ടിൽ മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് മുട്ട ഇതിൽ നിന്നും വേവായതിന് ശേഷം കുറച്ച് വെള്ളം നമുക്ക് ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമുക്കിത് എടുക്കാം.
ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി എടുത്തു വെക്കാം. അടുത്തത് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പിന്നാണത്തപ്പം തയ്യാറാക്കിയെടുക്കാം. നേരത്തെ ബാക്കി വന്ന വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 ഏലക്കായി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ചെയ്തു വെച്ച ഷുഗർ സിറപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചമ്പിൽ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തത് നമ്മുടെ മുട്ടമാല ഒന്ന് നമുക്കിതേപോലെ വിടർത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിന്നാണത്തപ്പം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഇത് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് മുട്ടമാല വെച്ച് കൊടുത്ത് പിന്നെ ഡെക്കറേഷന് വേണ്ടി ചെറീസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മുട്ടമാല ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.